കുഴപ്പമുണ്ടാക്കേണ്ട കുട്ടികളെല്ലാവരും എൻറോൾ ചെയ്തോട്ടെ. നഴ്സറിന് അവിടെ ചീഫ് ജസ്റ്റിസ് വരണോ വേണ്ടയോ? ഇപ്പോൾ ഭയം കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു ഭയവുമില്ല എന്ന് കുട്ടികൾ വളരെ ധൈര്യമായി ധീരതയോടുകൂടി ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും പാറ്റ്നയിലുമെല്ലാം അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. ഈ സമരത്തിൽ ഞാൻ നോക്കിയപ്പോൾ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് നല്ല ധൈര്യത്തിൽ. കാരണം ഒരു പെൺകുട്ടി പോയിട്ടൊരു വണ്ടി അറസ്റ്റ് ചെയ്ത് പോണ വണ്ടി ഒരു കൈ കൊണ്ട് വെച്ചിട്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്നു വണ്ടി. വലിയ ശക്തമായ പോരാട്ടങ്ങളിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഒന്ന് ബീഹാറിലെ ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അത് രൂപം കൊണ്ടന്ന് മുതൽ ആ മണ്ഡലത്തിൽ BJP മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ മണ്ഡലത്തിൽ ഏകദേശം 3.5 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ 1,60,000 ആളുകളും BJPയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായി പരിഗണിക്കപ്പെടുന്ന സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയാണല്ലോ അവരുടെ വോട്ട് ബാങ്കിനെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ BJPയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ നിയമസഭാ അംഗമായി തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP ആദ്യമായി പരാജയപ്പെട്ടു. അതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥി പ്രക്ഷോഭം രാഷ്ട്രീയമായ മാറ്റങ്ങളെ സ്വാധീനിക്കുമോ എന്നതിന് ഉരകല്ലായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പലരും പറഞ്ഞിരുന്നു. ഈ മണ്ഡലത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ആൺരൂപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ജയപ്രകാശ് നാരായണന്റെ പ്രവർത്തന മണ്ഡലം ഇതിനകത്താണ്. ഇന്ത്യയിലെ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ഭൂമികയായിട്ടുള്ള പാറ്റ്ന യൂണിവേഴ്സിറ്റി അത് ഈ മണ്ഡലത്തിനകത്താണ്. ഇന്ത്യയിൽ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച പല പ്രഖ്യാപനങ്ങളും വേദിയായ ഗാന്ധി മൈതാൻ അത് ഈ മണ്ഡലത്തിനകത്താണ്. അങ്ങനെ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് BJP മാത്രമായി കഴിഞ്ഞ 2.5 ദശകത്തിലധികം കാലമായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന രൂപീകരണ കാലം മുതൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം ആദ്യമായി അവർക്ക് നഷ്ടപ്പെട്ടു. മധ്യപ്രദേശ് കോൺഗ്രസ് നിലനിർത്തി ഭൂരിപക്ഷം അതും തിരിച്ചു പിടിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഗുജറാത്ത് BJP നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. എന്ന് വെച്ച് BJP നേരെ തകർന്നു പോയി എന്നാലും വ്യാമോഹിക്കേണ്ടതില്ല. പലതരത്തിലുള്ള പ്രവർത്തന രീതികളിലൂടെയാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടികൾ ഉണ്ടാകാൻ തുടങ്ങി. വിദ്യാർത്ഥികൾ എരുമ്പിയാർക്കുന്ന പോരാട്ടങ്ങൾ നടന്നു വന്നപ്പോൾ എല്ലാ തരത്തിലും അടിച്ചമർത്താൻ ശ്രമിച്ചു. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് വന്നു. ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് കേൾക്കാൻ നേരമില്ല, ഞങ്ങളുടെ സമയം കളയരുതെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്. ഒരു കാർഡ് അയച്ചാൽ ആ കാർഡിനകത്ത് പരാമർശിക്കുന്ന കാര്യം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് റിട്ട് ഹർജിയായി പരിഗണിച്ച് പൊതു താൽപര്യ ഹർജി എന്ന പുതിയ സംവിധാനം ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയ ജസ്റ്റിസ് PN ഭഗവതിയും ജസ്റ്റിസ് VR കൃഷ്ണയും ഒക്കെ ഇരുന്ന സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. പിന്നെ പെട്ടെന്ന് അതേ മാറി. പിന്നെ പെട്ടെന്ന് തിരുത്തുന്നുണ്ട്. അത് മാറി. അത് നോക്കിക്കഴിഞ്ഞപ്പോ ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത സംസ്ഥാനങ്ങളിൽ ലിസ്റ്റ് വന്നു. സുപ്രീം കോടതി ആ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർക്ക് നേരെ നിർദ്ദേശം നൽകി എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ. അങ്ങനെ വിദ്യാർത്ഥി സമരത്തിനെതിരെ കേസെടുത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പട്ടിക വായിച്ചാൽ മലയാളി ശിരസ് കുനിച്ച് അപമാനഭാരത്താൽ നിൽക്കേണ്ടി വരും. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഏതെങ്കിലും ഒന്ന് ഭരിക്കുന്ന ഒരേയൊരു സംസ്ഥാനം മാത്രമാണ് സമരം ചെയ്ത കുട്ടികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അടിച്ചമർത്താൻ നോക്കിയിട്ടുള്ളൂ. ആ സംസ്ഥാനമാണ് കേരളം. നേരത്തെ BJPയുടെ ഈ വർഗീയവൽക്കരണത്തിന്റെ അമിതാധികാര പ്രവണതയുടെ സർക്കാരിനെതിരെ കോടതിയിലും ഡൽഹിയിലും സമരം ചെയ്യുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന് നേതൃത്വം നൽകിയ ഇടം എന്ന നിലയിൽ മലയാളിക്ക് എവിടെ പോയാലും ശിരസുയർത്തി നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോ മഹാരാഷ്ട്ര, ബീഹാർ, ഗുജറാത്ത്, കേരളം ഈ പട്ടികയിലാണ്. എത്ര വേഗം കേരളം മാറിപ്പോയത്.
ഇപ്പോ ചിലരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനി തെരഞ്ഞെടുപ്പിന് എന്നാണാവോ വരണം, പെട്ടെന്ന് വരാൻ വല്ല വഴിയുണ്ടോ, വരുന്ന രാവിലെ പോയി കുത്തിയതാ, ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ പ്രചാരകൻ ഇറങ്ങിയില്ലേ, BJP ഡീൽ മതനിരപേക്ഷവാദികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ബോധപൂർവം ചില ചെറിയ ചെറിയ കുറവുകൾ നമ്മുടെ ഭാഗത്തു അത് വല്ലാതെ പർവ്വതീകരിച്ചു. ഒരു പൊതുബോധം രൂപീകരിക്കപ്പെട്ടു. ഇപ്പൊ എവിടേക്ക് എത്തി? ഇപ്പോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴാണ് ഒരു ദാമോദര മേനോൻ എന്നൊരു പുതിയ പേര് നമ്മൾ കേട്ടത്. അപ്പൊ ആളുകൾക്കല്ല, നിങ്ങൾ എന്ത് ഇങ്ങനെ, അത് എൻ്റെ അച്ഛൻ, ഞാൻ ഈ സ്ഥാനം വെക്കുമ്പോൾ എൻ്റെ അച്ഛനെ ഓർത്തുപോയി, അതൊരു തെറ്റാണോ? അപ്പൊ ഇയാൾ 25 കൊല്ലം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഈ അച്ഛനെ എന്ത് ഓർക്കാതിരുന്ന്, അത് ഈ അച്ഛൻ ഓർക്കണ്ടേ? അത് മുഖ്യമന്ത്രി ആകുമ്പോൾ മാത്രം കിടന്നു വരുന്നോ അച്ഛൻ്റെ ഓർമ്മയാണോ മകന് വേണ്ടത്? അത് എല്ലാ ഘട്ടത്തിലും ഓർമ്മയുണ്ടാവണം. ഇതുവരെ മറന്നുപോയി. ഇപ്പൊ മാത്രം ഒരു ദാമോദര മേനോൻ കയറി വന്നെങ്ങനെ മുഖ്യമന്ത്രിയാകുമ്പോ? അവര് നിലപാടിന്റെ പ്രഖ്യാപനമാണ്. തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ താല്പര്യങ്ങൾ കൂടി ഉപയോഗിച്ച് അധികാരത്തിൽ വന്ന ഒരാൾ അധികാരം തുടരണമെങ്കിൽ എവിടേക്കാണ് ഇനി ചാരേണ്ടത് എന്നതിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് ആ ദാമോദര മേനോൻ എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ശ്രദ്ധിച്ചു നോക്കിക്കോ, വെറുതെ ദാമോദര മേനോനല്ല, ഒന്ന് ഊന്നി പറഞ്ഞിട്ടാണ് ദാമോദര മേനോൻ വന്നത്. ആ മേനോൻ ഒരു പ്രത്യേക കരുത്തുണ്ട് പറയുന്നത്.